സാർ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അത് പലതും മലയാളികൾ ഏറ്റു പാടിയിട്ടുള്ള പാട്ടുകൾ തന്നെ ആയിരുന്നു. പക്ഷേ ചില പാട്ടുകൾ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, അയ്യോ ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടായിട്ട് ഇത് എന്തുകൊണ്ടാണ് അധികം ആൾക്കാരിലേക്ക് എത്താത്തതെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ അങ്ങനെ തോന്നിയൊരു പാട്ടാണ് ഗമനത്തിലെ പവിഴവുമായി വരും. അത് ആ ഗമനത്തിലെ തന്നെ സിന്ദൂരപ്പൂ മനസ്സിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലഡീസ് ആണ്. അതൊക്കെ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓരോന്നിനും ഓരോ വിധിയാണ്. നമ്മൾ പറയില്ല എല്ലാ അരിമണിയിലും എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളുടെയാണ് അത് വരും. അതേപോലെ ഈ പാട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ തലയിൽ എഴുത്തുണ്ട്, ഇത് ജനങ്ങളിലേക്ക് എത്തും അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തില്ല. ഒരുപക്ഷെ പിൽക്കാലത്ത് കുറെ കഴിഞ്ഞിട്ട് എത്തും. ഇപ്പൊ സിന്ദൂരപ്പൂവ് ഇപ്പൊ കുറെ കാലത്തിന് ശേഷം കുറെ പേരൊക്കെ അതിനെക്കുറിച്ച് പറയുന്നു, അത് കേൾക്കുന്നുണ്ട്. മറ്റേ പവിഴവുമായി എന്നുള്ളതും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇറ്റ് ഹാപ്പൻസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയില്ല. എൻ്റെ ഒരുപാട് പാട്ടുകൾ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ സമയത്ത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഓരോ പാട്ടുകൾ പഴയത് എവിടെയെങ്കിലും കേൾക്കുമ്പോൾ ഓ എന്ത് നല്ല മെലഡിയാണിത്, എന്റെ സൂപ്പർ ഹിറ്റായ ആ പാട്ടിനേക്കാൾ ഇത് നല്ലതാണല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവും. അപ്പോ പിന്നെ അത് ഹിറ്റായല്ലോ. അപ്പൊ ഞാൻ അപ്പൊ വിചാരിച്ച മനസ്സമാധാനം എങ്ങനെ കിട്ടണമെന്നറിയോ, ഇത് ഹിറ്റാവാത്തതിലല്ല, വിഷമമല്ല, ഏവറേജായി അല്ലെങ്കിൽ അനർഹമായ ഒരു പാട്ടിന് നമുക്ക് നല്ലൊരു അംഗീകാരം കിട്ടി. അപ്പൊ അതിന് നമ്മൾ നന്ദി പറഞ്ഞു അല്ലേ. അല്ലാണ്ട് ഇതിന് കിട്ടാണ്ട് പോയി എന്നല്ല പറഞ്ഞത്, അതിന് കിട്ടിപ്പോയി. അതാണ് സന്തോഷം.